ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ്. അതായത് കേതൻ അഗർവാൾ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മരണ വാർത്ത. ഓക്കെ, തൊട്ട് മുന്നത്തെ ദിവസം വരെയും അവൻ്റെ ഫിയാൻസെ വുഡ് ബി സിയ ഗോയാൽ, ഓക്കെ, പുള്ളിക്കാരിയോട് എനിക്ക് ഉൾപ്പെടെ തോന്നിയിരുന്നു, അവളുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ എനിക്ക് പോലും വിഷമം തോന്നിയിരുന്നു. ആ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും, പാവം എന്നൊക്കെ വിചാരിച്ചിട്ട്. മേ ബി അതിൻ്റെ കംപ്ലീറ്റ് സിനാരിയോ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കേതൻ അഗർവാൾ എന്ന് പറയുന്നൊരു പയ്യൻ, ആക്ച്വലി ഫിൽത്തി റിച്ച്. അവൻ അറേഞ്ച്ഡ് മാരേജ് നടക്കാൻ പോവുകയാണ് വിത്തിൻ ഡേയ്സ്. പെൺകുട്ടിയുടെ പേരാണ് സിയ ഗോയാൽ. അപ്പോൾ പുള്ളിക്കാരി ഇവരുടെ കല്യാണം പോലും ഭയങ്കര ആഡംബരമായിട്ടാണ്. 17 കോടി രൂപ ചിലവഴിച്ചിട്ടുള്ളൊരു വെന്യൂ ആണ്. ഡെസ്റ്റിനേഷൻ വെഡിങ് ആണെന്ന് തോന്നുന്നു. വെന്യൂലാണ് അവർ കല്യാണം നടത്താനായിട്ട് ആ കല്യാണത്തിന് വരാനായിട്ട് വേണ്ടിയിട്ട് എല്ലാവർക്കും ഫ്ലൈറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു. ഈവൻ അവരുടെ ഹണിമൂൺ പാക്കേജ് പോലും അയാൾ എടുത്തു കഴിഞ്ഞു ബാലിയിലോട്ട്. അപ്പം അത്രയും പ്ലാൻ ചെയ്ത്, അത്രയും ഓർഗനൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ ഫിക്സ് ചെയ്ത് വച്ചിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഈ പുള്ളിക്കാരി സിയ ഗോയാൽ ഈ പാവപ്പെട്ട പയ്യനെ കൊന്നുകളഞ്ഞു, അങ്ങനെ തന്നെ പറയാം, കാരണം തെറ്റില്ല, കൊന്നുകളഞ്ഞു. അവളുടെ ബോയ് ഫ്രണ്ട് ചേതൻ ചൗധരി എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനും കൂടി ചേർന്നിട്ടാണ് ഈ പാവപ്പെട്ട ചെറുക്കനെ കൊന്നുകളഞ്ഞത്. ശരിക്കും കൊന്നതിൽ ഓഫ് കോഴ്സ് വിഷമമുണ്ട്, പക്ഷെ അവളുടെ ആ ഒരു അഭിനയത്തിന് ഓസ്കാറിൻ്റെയും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. കാരണം തൊട്ട് തലേ ദിവസം വരെയും ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ കൺമുൻപിൽ വെച്ച് ഇവരെ നടക്കാൻ പോയി. ഇവർ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പോലെ പോയ സമയത്ത്, ഇവർ ഈവനിങ് ആയപ്പോൾ നടക്കാൻ പോയ സമയത്ത് ജോഗിങ് അങ്ങനെ പോയ സമയത്ത് ഇവൻ കാൽ വഴുതി എന്തോ വീണ് അങ്ങനെ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ച് ഭയങ്കരമായിട്ട് മീഡിയയിലും ഒക്കെ മെഴുകുന്നുണ്ടായിരുന്നു, അങ്ങനെ തന്നെ പറയാം. കാരണം അവൾക്ക് ഒരല്പം പോലും സ്നേഹം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അമ്മാതിരി ചെറ്റത്തരമാണ് അവൾ കാണിച്ചേക്കുന്നത്. എനിവേസ്, അങ്ങനെയൊക്കെ ഇവള് പറഞ്ഞപ്പോൾ ഇപ്പം ഈ കഥകളൊന്നും അറിയുന്നതിന് മുന്നേ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചാണ് കെട്ടാൻ പോകുന്ന പയ്യൻ സ്വന്തം മുമ്പിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രോമ എന്തായിരിക്കും എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേ കഥ ചുരുളഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത് ആളുടെ ബോയ് ഫ്രണ്ടിന്റെ ഹെൽപ്പോടുകൂടി ഈ പാവപ്പെട്ട പയ്യനെ കൊന്നതാണ്. എന്നിട്ട് ആളുകളുടെ മുന്നിൽ നല്ല പിള്ളയാകാൻ വേണ്ടിയിട്ട് ഈ വക ഡ്രാമ കാര്യങ്ങളൊക്കെ കളിച്ചു. അവൾക്ക് വലിയ ട്രോമയായെന്നൊക്കെ അഭിനയിച്ചു. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലായിരുന്നു. ആ പാവപ്പെട്ട മരിച്ചുപോയ ചെറുക്കൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല ഇവളെ കെട്ടാൻ പോയത്. ഇവൻ അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യമില്ല ഈ കല്യാണത്തിന് താല്പര്യം, ഡയറക്റ്റായിട്ട് പറയാം വേണ്ട, അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയാം. പക്ഷെ ഈ കൊന്നുകളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്ത് പാപമാണ് ആ പയ്യൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവളെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കാൻ ഇപ്പോഴേ അവൻ അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പോയത്. അപ്പോൾ ആ പയ്യനെ കൊന്നു എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റൊന്നും അല്ല അത്. സീരിയസ്ലി അവൻ്റെ വീട്ടുകാർ പോലും നാളെ മകൻ്റെ ഭാര്യയായിട്ട് കയറി വരുന്ന ഒരു പെങ്കൊച്ചാണ് അവനെ കൊന്നതെന്ന് അറിയുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ശരിക്കും. ഇനി ഇവളുടെ ഈ കാമുകൻ എന്ത് വിശ്വസിച്ച് ഇവളോട് ജീവിക്കും? നാളെ എന്തെങ്കിലും റീസൺ അവനെ കൊല്ലില്ല എന്ന് എന്ത് കണ്ടു? ഇത്രയ്ക്കും ക്രിക്കറ്റ് മൈൻഡായിട്ട് എങ്ങനെ വരും? ഇപ്പം ഓക്കെ, ആൾക്ക് താല്പര്യമില്ല ഈ ഒരു അറേഞ്ച്ഡ് മാരേജിന്, അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, പറയാം, അന്തസ്സായിട്ട് പറയാമല്ലോ, ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് സമ്മതിക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ആ ചെറുക്കൻ്റെ ജീവൻ എടുത്തിട്ട് എന്ത് ആനന്ദമാണ് അതിൽ കിട്ടുന്നതെന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിയമം അനുശാസിക്കുന്ന എത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് രണ്ടുപേരും അനുഭവിക്കണം.
അവളും അനുഭവിക്കണം, അവളുടെ കാമുകനും അത് അനുഭവിക്കണം. കാരണം ഒരു തെറ്റും ചെയ്യാത്തൊരു പാവപ്പെട്ട പയ്യനെയാണ് കൊന്നത് ഇവള് സ്നേഹിച്ചതിൻ്റെ പേരിൽ, ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ പേരിൽ, ആത്മാർത്ഥമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ. ഇങ്ങനെയൊക്കെ സമൂഹം അധപ്പതിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എന്താവും അവസ്ഥ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ശരിക്കും പണ്ട് പെൺകുട്ടികളെ തേച്ചിട്ട് പോകുമ്പോൾ പയ്യന്മാരാണ് അതിന് റിവെഞ്ച് എടുത്ത് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെ പോലും പറയാൻ പറ്റാത്തൊരു സിനാരിയോ ആണ്. അറിയില്ല, ഇനി നിയമം അനുശാസിക്കുന്ന ശിക്ഷ കുട്ടിക്ക് കിട്ടട്ടെ, അങ്ങനെ തന്നെ വേണം. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.